സത്യമായിട്ടും ഈ മാങ്ങ ഏത് ടൈപ്പ് മാങ്ങയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും അറിയത്തില്ല കേട്ടോ. ഇത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ പിടിച്ച മാങ്ങയാണ്. അപ്പോൾ അവിടെ എടുത്തപ്പോൾ ഞങ്ങൾക്കും കൂടെ ഒരെണ്ണം തന്നു. വലിയൊരു മാങ്ങയാണ്. അപ്പോൾ അത് നല്ലതുപോലെ പഴുത്തില്ലായിരുന്നു, വിളഞ്ഞതേ ഉള്ളായിരുന്നു. അത് ഞാൻ അരിപ്പാത്രത്തിൽ കൊണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ലതുപോലെ ഞെങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് പുളി എടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ്, മധുരവും നല്ല രുചിയായിരുന്നു. അതുപോലെ പുളിയാണെങ്കിൽ ഒട്ടും ഇല്ലായിരുന്നു, നല്ല സൂപ്പർ മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ചില ചാനലൊക്കെ ഞാൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പൂളുന്ന കാണാം. അപ്പോൾ ഒരു കഷ്ണം എടുത്ത് ഞാൻ കുറേ വര അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പൂളിയിട്ടിട്ട് ഇച്ചിരി കുരുമുളകും പിന്നെ മുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് എടുത്ത് അതും കൂടെ കഴിച്ച് എല്ലാവരും കൂടെ ഓരോ കഷ്ണം എടുത്ത് കഴിച്ച് ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നാളെ ജ്യൂസിന് വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുരുമുളക് ഇട്ടത് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുൾ അങ്ങോട്ട് കഴിച്ച് തീർക്കേണ്ടി